നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതിനെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കണം? ഭ്രാന്തെന്നോ അതോ വിചിത്ര നിയമമെന്നോ? ഇപ്പോഴത്തെ താലിബാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും വിചിത്രമായ ഒരു ഉത്തരവ്: സ്ത്രീകൾ അടുക്കളയിലും മുറ്റത്തുമൊക്കെ ജോലി ചെയ്യുന്നത് മറ്റാരും കാണരുത്, അത് അശ്ലീലമാണ്. അതുകൊണ്ട് വീടുകൾക്ക് സ്ത്രീകളെ കാണുന്ന വിധമുള്ള ജനലുകൾ പാടില്ല. കെട്ടിടങ്ങളുടെ ജനാലയിലൂടെ സ്ത്രീകളെ കാണാൻ ഇടവരരുത് എന്ന ഉത്തരവാണ് താലിബാൻ ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പുതിയ കെട്ടിടങ്ങൾ സ്ഥാപിക്കുമ്പോൾ സമീപത്ത് താമസിക്കുന്ന സ്ത്രീകളെ കാണുന്ന തരത്തിലുള്ള ജനാലകൾ പാടില്ല. സ്ത്രീകളെ അയൽക്കാർ കാണാത്ത തരത്തിൽ എല്ലാ വീടുകൾക്കും മതിൽ വേണമെന്നും ഉത്തരവിൽ പറയുന്നു. തൊട്ടടുത്ത വീടുകളുടെ മുറ്റം, അടുക്കള, കിണറിന്റെ പരിസരം എന്നിങ്ങനെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊന്നും അടുത്തുള്ള വീട്ടുകാർ കാണാൻ ഇടവരരുത്. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർ ജനലുകൾ സ്ഥാപിക്കരുത് എന്ന ഉത്തരവാണ് ഇപ്പോൾ താലിബാൻ ഭരണകൂടം പുറത്തിറക്കിയിരിക്കുന്നത്. സ്ത്രീകളിങ്ങനെ അടുക്കളയിലും മുറ്റത്തുമൊക്കെ ജോലി ചെയ്യുന്നതും കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതും കാണാൻ ഇടവന്നാൽ അത് അശ്ലീലമാകും. അശ്ലീല പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവർ പ്രകോപിതരാകും. സർക്കാരിന്റെ വക്താവ് സബിഹുല്ല മുജാഹിദ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലാണ് ഇത്തരമൊരു ഉത്തരവ് പോസ്റ്റ് ചെയ്തത്. സമീപത്തെ വീടുകൾ കാണാനാവാത്ത വിധത്തിൽ കെട്ടിടങ്ങളുടെ നിർമ്മാണം മുനിസിപ്പൽ അധികൃതർ ഉറപ്പുവരുത്തണം എന്ന നിർദ്ദേശവും ഉത്തരവിലുണ്ട്. നിലവിലുള്ള വീടുകൾക്ക് ഇത്തരം ജനാലകളുണ്ടെങ്കിൽ അത് കാഴ്ച മറയും വിധം എത്രയും പെട്ടെന്ന് മോഡിഫൈ ചെയ്യുക. അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ പരമോന്നത നേതാവാണ് ഇത് സംബന്ധിച്ച സർക്കാർ നിയമം പാസാക്കിയിരിക്കുന്നത്. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരത്തിലെത്തിയ അന്നു മുതൽ പൊതു ഇടങ്ങളിൽ നിന്ന് സ്ത്രീകളെ തുരത്തിയോടിക്കുന്ന പല ഉത്തരവുകളും പുറത്തിറങ്ങി. ഇസ്ലാമിക നിയമത്തിന്റെ കർശനമായ പ്രയോഗമാണ് താലിബാൻ ഭരണം ഉറപ്പുവരുത്തുന്നത്. സ്ത്രീകൾ പൊതുസ്ഥലത്ത് പാടുകയോ കവിതകൾ വായിക്കുകയോ ചെയ്യുന്നത് പോലും അവിടെ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. പല പ്രാദേശിക റേഡിയോ, ടെലിവിഷൻ സ്റ്റേഷനുകളും സ്ത്രീകളുടെ ശബ്ദങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് നിർത്തി. പെൺകുട്ടികളെ പ്രൈമറി വിദ്യാഭ്യാസത്തോടെ അവരുടെ ഭരണം അവസാനിപ്പിക്കാനും താലിബാൻ ഉത്തരവിട്ടിരുന്നു. സ്ത്രീകൾ ഉറക്കെ സംസാരിക്കാൻ പോലും പാടില്ല എന്ന ഉത്തരവ് അവിടെ നിലനിൽക്കുന്നു. ഈ നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുകയും തുടർന്നവരെ ജയിലിലടയ്ക്കുകയും ചെയ്യും. തന്റെയോ ഭർത്താവിന്റെയോ ബന്ധുക്കളല്ലാത്ത പുരുഷന്മാരോട് സ്ത്രീകൾ സംസാരിക്കുന്നതിനും ഇപ്പോൾ വിലക്കുണ്ട്. ഒരിക്കൽ വലിയ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികൾ. എന്നാൽ ഇന്ന് കൂട്ടിലടയ്ക്കപ്പെട്ട പെൺകുട്ടികളാണ് അഫ്ഗാനിലുള്ളത്. അവരുടെ സ്വാതന്ത്ര്യം എല്ലാം കവർന്നെടുത്തിരിക്കുന്നു പുതിയ താലിബാൻ ഭരണകൂടം. പാകിസ്ഥാനിൽ ശക്തമായി തലയുയർത്തിയിരിക്കുന്ന തെഹ്രീക്ക് താലിബാൻ പാർട്ടിയും പാകിസ്ഥാനിൽ മതഭരണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പൂർണ്ണമായി ഒരു ഇസ്ലാമിക രാജ്യമാക്കി പാകിസ്ഥാനെ മാറ്റണം. ഇതിപ്പോൾ വലിയ യുദ്ധഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അഫ്ഗാൻ ഭരണകൂടവും പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിൽ യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് സ്ഥിതിഗതികൾ. ഇക്കഴിഞ്ഞ ദിവസം പാക് അഫ്ഗാൻ അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ പല കേന്ദ്രങ്ങൾക്ക് നേരെയും അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ വകുപ്പ് ബോംബാക്രമണം നടത്തിയിരുന്നു. പാകിസ്ഥാനിലെ നിരോധിത സംഘടനയാണ് തെഹ്രീക്ക് താലിബാൻ പാർട്ടി. തെഹ്രീക്ക് താലിബാൻ പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്ന പേരിൽ തീവ്രവാദികളെ ശിക്ഷിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ താലിബാൻ ഭരണകൂടം ശബ്ദമുയർത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ചില ഭീകര പ്രവിശ്യകൾക്ക് നേരെ പാകിസ്ഥാൻ ഇതിനിടയിൽ ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിന് മറുപടിയായാണ് അഫ്ഗാനിസ്ഥാൻ ഇക്കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ചില പ്രദേശങ്ങളിൽ ബോംബിട്ടത്. ചുരുക്കത്തിൽ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് പാക് അഫ്ഗാൻ അതിർത്തി കടന്നിരിക്കുന്നു. മറുവശത്ത് സ്ത്രീകൾക്ക് നേരെ കൊട്ടിയടക്കപ്പെടുകയാണ് എല്ലാ സ്വാതന്ത്ര്യത്തിന്റെ വാതിലുകളും. താലിബാൻ ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം വലിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.